FM Learning അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ A+ലേക്ക് നമ്മൾ എത്തിക്കുന്ന അതായത് 100% എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ഉറപ്പായും ചോദ്യം ഉണ്ടായിരിക്കും. അത് വേറെ ഏതുമല്ല, ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം വന്നാൽ എന്റെ മക്കൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ പറ്റണം. അതിനെ സഹായിക്കുന്ന ഒരു ചോദ്യം പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. ഇവിടെ നോക്കാം, ഈ ഒരു ചിത്രത്തില് നിങ്ങൾക്ക് വലിയൊരു ചതുരം കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? ഈ വലിയ ചതുരത്തിനെ 4 കുഞ്ഞു ചതുരങ്ങളാക്കി മുറിച്ചു. 1, 2, 3, 4. ഇത്രയും നമുക്ക് മനസ്സിലായി. ഒരു വലിയ ചതുരം, ആ വലിയ ചതുരത്തിനെ 4 ചതുരങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. ഇനി ചോദ്യം എന്താണ്? ഒന്നാമത്തെ ചതുരത്തിന്റെ പരപ്പളവ് എത്ര? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി ഫസ്റ്റ് റെക്ടാംഗിൾ? ഫസ്റ്റ് റെക്ടാംഗിൾ എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ ഏരിയ എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. ഈ ചതുരത്തിന്റെ, ഈ തന്നിരിക്കുന്ന ചതുരത്തിന്റെ നീളം 6 സെന്റിമീറ്റർ, വീതി 10 സെന്റിമീറ്റർ. 6 സെന്റിമീറ്റർ നീളവും 10 സെന്റിമീറ്റർ വീതിയും. ഇതാണ് നമ്മളുടെ റെക്ടാംഗിൾ. ഇവിടെ 6 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ. ഓക്കെ, 6 സെന്റിമീറ്റർ നീളവും 10 സെന്റിമീറ്റർ വീതിയുമാണ്. അപ്പൊ ഏരിയ എന്തായിരിക്കും? ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അതായത് 6 × 10 ആണ്. അതായത് 60 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. കഴിഞ്ഞു, ഒന്നാമത്തേന്റെ ഉത്തരായി. രണ്ടാമത്തെ ചോദ്യം എന്താണ്? രണ്ടാമത്തെ ചതുരത്തിന്റെ നീളവും വീതിയും എഴുതുക. രണ്ടാമത്തെ ചതുരം നോക്കി. ഈ രണ്ടാമത്തെ ചതുരത്തിന്റെ നീളം എത്രയാണ്, വീതി എത്രയാണെന്നാണ് ചോദ്യം. ഇവിടെ ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ചതുരം. റെഡി അല്ലേ? ഈ രണ്ടാമത്തെ ചതുരം എന്ന് പറയുന്നതിന്റെ നീളം എന്ന് പറയുന്നത് ഒന്നാമത്തെ ചതുരത്തിന്റെ നീളത്തിന് ഈക്വൽ അല്ലേ? അപ്പൊ ഇത് 6 സെന്റിമീറ്റർ ആയതുകൊണ്ട് ഇവിടെയും എന്ത് തന്നെയായിരിക്കും? 6 സെന്റിമീറ്റർ. അപ്പൊ വീതി എത്രയായിരിക്കും? അത് നമുക്കറിയില്ല. നമുക്കറിയുന്നത് ഇതിന്റെ ഏരിയ 24 ആണ് എന്നാണ് അല്ലെ? ഏരിയ 24 ആണ്. ഇവിടെ നോക്കുക മക്കളെ, ഇതാണ് നിങ്ങളുടെ റെക്ടാംഗിൾ. ഇതിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ 6 സെന്റിമീറ്റർ ആണ്. വീതി നമുക്കറിയില്ല. ഏരിയ 24 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇവിടെ നിന്ന് നമ്മൾ എങ്ങനെ വീതി അല്ലെങ്കിൽ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കും? നമുക്കറിയാം ഏരിയ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. കണ്ടുപിടിക്കേണ്ടത് ബ്രെഡ്ത്ത് ആണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ബി ഇസ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ ലെങ്ത്. ഏരിയ പരപ്പളവ് എത്രയാണോ അതിനെ നീളം കൊണ്ട് ഹരിച്ചാ മതി. പരപ്പളവ് എത്രയാ ഇവിടെ? 24 ഹരിക്കണം 6. 24നെ 6 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന എത്രയാണ്? 4 സെന്റിമീറ്റർ. ഉത്തരമായി 4 സെന്റിമീറ്റർ. റെഡി? അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടി? 4 സെന്റിമീറ്റർ എന്ന് കിട്ടി. കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കിയേ. പുറത്തെ വലിയ ചതുരത്തിന്റെ പരപ്പളവ് എത്ര? അതായത് ഈ കാണിച്ചിരിക്കുന്ന ബിഗ് റെക്ടാംഗിൾ, ഈ കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ റെക്ടാംഗിൾ ഇല്ലേ? ഈ കാണിച്ചിരിക്കുന്ന വലിയ റെക്ടാംഗിളിന്റെ നീളം എത്രയാണെന്നാണ് ചോദ്യത. ഈ കാണിച്ചിരിക്കുന്ന വലിയ റെക്ടാംഗിളിന്റെ ഏരിയ എത്രയാണ്? പരപ്പളവ് എത്രയാണ്? ഇവിടെ നോക്കി, ഈ വലിയ ചതുരത്തിന്റെ പരപ്പളവ് കാണണമെങ്കിൽ നമുക്ക് മുഴുവനായിട്ടുള്ള നീളം അറിഞ്ഞിരിക്കണം. മുഴുവൻ നീളം എത്രയാ? ഇത് 20 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും 20 സെന്റിമീറ്റർ, ഇതും 20. അപ്പൊ മൊത്തം എത്രയായി? 20 + 6 26 സെന്റിമീറ്റർ. റെഡി? ഇവിടെ മുതൽ ഇതുവരെ 10 സെന്റിമീറ്റർ ആണ്. ഈ നീളം നമ്മൾ കണ്ടുപിടിച്ചു 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ മൊത്തം എത്രയായി? 10ഉം 4ഉം 14 സെന്റിമീറ്റർ. അപ്പൊ 26 സെന്റിമീറ്റർ നീളവും 14 സെന്റിമീറ്റർ വീതിയും അല്ലെ? അപ്പൊ നോക്കിയേ, നമ്മുടെ കയ്യിൽ ഇപ്പൊ ഉള്ള വലിയ റെക്ടാംഗിളിന്റെ മൊത്തം നീളം എന്ന് പറയുന്നത് 26 സെന്റിമീറ്ററും വീതി എന്ന് പറയുന്നത് 14 സെന്റിമീറ്റർ. അപ്പൊ എങ്ങനെയാ ഏരിയ കാണുക? ഏരിയ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതായത് 26 × 14. ഇത് ചെയ്താൽ നമ്മുടെ ഉത്തരമായി. എത്രയാ ചെയ്യുക? അവയും ചെയ്യാലോ. 26 × 14. യെസ്, 4, 6, 3. അപ്പൊ 364 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാൻ മറന്നു പോകരുത്. ഇതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പൊ ഈ ചോദ്യം എന്ത് ചെയ്യാം? മക്കൾ ഒറ്റയ്ക്ക് ഒരു പ്രാവശ്യം ചെയ്തു നോക്കുക. അടിപൊളിയായിട്ടിരിക്കുക. ഈ ചോദ്യം, ഇതേപോലത്തെ ചോദ്യം എക്സാമിന് വരുമ്പോൾ സൂപ്പർ ആയിട്ട് ആൻസർ ചെയ്യാം.